നമ്മൾ നോക്കി നോക്കി കുറെ നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. വരും. അരമണിക്കൂറായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഓരോ ചേച്ചിമാരൊക്കെ കോട്ടും മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് ജോലിക്കൊക്കെ പോയിട്ട് വരുന്ന കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന കുഞ്ഞു പിള്ളേരെല്ലാം പഠിച്ച് മിടുക്കരായിട്ട് ഇതുപോലെ പോകണം കേട്ടോ. കാണാനും നല്ല ചുന്ദരികളാ, നല്ല ഡ്രസ്സും. നിങ്ങക്ക് സാലറി ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ മേടിച്ചിടാലോ. ഇതോ വരുന്നു ഒരു ചേച്ചിയുടെ കൂടെ വേറെ ചേച്ചിയുണ്ട് കൂടെ. മുടി വെട്ടപ്പെട്ടും എല്ലാം മാറിയതുകൊണ്ടേ നമ്മളെ ആളെ തിരിച്ചറിയണോ. ഇതോ വരുന്നുണ്ട്. വണ്ടിയൊക്കെ വണ്ടി തള്ളാനൊക്കെ പഠിച്ച് നോക്കണോ. ആ ചേച്ചിയുടെ കൂടെ ആണെന്ന് വന്നെ. അങ്ങോട്ട് നോക്കോ. വാ പോട്ടെ പോട്ടെ അങ്ങോട്ട് പോന്നൊരാ പക്ഷികൾ ഓർക്കുവാനോർമ്മത്തൻ പീലികൾ തന്നിടാം കാതിലായി മെല്ലയാ തേൻമൊഴിയും. കൈയൊക്കെ വേറെ ഭയങ്കര സെറ്റപ്പൊക്കെ ആണല്ലോ. ഇച്ചിരി വെള്ളം വെച്ചു മാറി നിന്ന് ഇച്ചിരി അവർക്ക് പോകാൻ വേണ്ടി ലഗേജ് ഇച്ചിരി ഒതുക്കി വെച്ചോ. അങ്ങോട്ട് പോട്ടോ. നമുക്ക് ഇറങ്ങിയാലോ. എന്നാ മെല്ലെ ഇറങ്ങാം, സംസാരിച്ചോണ്ട് പോവാം. അവിടെ ഇട്ടാ മതി. വാ വാ ഇഞ്ചി പെട്ടി പെട്ടി വാ. വണ്ടി വരുന്നുണ്ട്. പിള്ളേര് വഴിന്ന് മാറും. പിള്ളേര് ആണോ വന്നത്? ഞാനാണ്. ആര് വന്നാലും പെട്ടി കളിച്ച് മാത്രം എനിക്ക് ഭാഗ്യമൊന്നും. കൊച്ചിന്റെ അപ്പൊ വണ്ടി വരും നോക്കണേ. കവറില്ലേ? കവറിന്റെ അകത്ത് പാവക്കുട്ടിയാ. ആണോ? ഞാൻ കൈ തൂക്കി പിടിച്ചോണ്ട് പോന്ന. വേറെ വെട്ടിയൊന്നും എടുത്തിട്ടില്ലല്ലോ അല്ലേ? കുട്ടി മാറിപ്പോയാലും പെട്ടി മാറിപ്പോയാലും പ്രശ്നമാണ്. ആ വീൽ വയറിങ് പോയെന്നാ. ആ ഇത്തിരി വണ്ണം വെച്ചു കുഞ്ഞെ. ആ ബാ മാറി വാ. സുന്ദരി പാറു വായേ. നിങ്ങൾ കണ്ണ് വെക്കാതെ. നല്ല ഉടുപ്പൊക്കെ ആണല്ലോ. ഇത് ബാക്ക് വൈറ്റ് കളറ്. ചേച്ചിയുടെ ആണോ? ഇഷ്ടപ്പെട്ടു എടുക്കുന്നു ഗോപാലൻ. ഞങ്ങൾ വന്നിട്ട് 3/4 മണിക്കൂറായി. അങ്ങോട്ട് കേറിക്കോ നടന്ന്. അപ്പൻ്റെ കയ്യിൽ നിന്ന് വിടുക കേട്ടോ. കയ്യെ കയറി പിടിച്ച്. ആ ഇനി നമുക്ക് സംസാരിക്കാം. കൈ കാണിച്ചേ. കൈ നല്ല തണുപ്പ്. ഇത് പുതിയ വാച്ച് മേടിച്ചോ? ഇത് ചേച്ചിയുടെ വാച്ചാ. എനിക്ക് സ്വന്തമായിട്ട് എന്നേലും ഉണ്ടോടോ. ഒരു മാസം കൂടി കൈ കിട്ടി. കൊള്ളാം. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടോ? എന്നാൽ മാത്രമേ വണ്ടിയെ കയറ്റുള്ളൂ. അപ്പൊ വന്നത് എല്ലാം കുത്തിപ്പറക്കി നോക്കുക. കൊണ്ടുപോയാലുണ്ടോ? ഞാൻ ഇവിടെ വന്നിട്ട് റീചാർജ് ചെയ്തു നിനക്ക് വിളിച്ചാൽ കിട്ടാൻ വേണ്ടി. ആ ചേച്ചിയില്ലേ എനിക്ക് കൈ തന്ന ചേച്ചി. ആ ചേച്ചിയുടെ കൂടെ ഫ്ലൈറ്റ് കയറിയപ്പോ തട്ടി ഇവിടെ വരെ വന്നേ. ആ ചേച്ചി പേരെന്താ?
ചേച്ചിയുടെ പേര് എന്തോ ഒരു ക്രിസ്ത്യാനി പേരാ, ആതിര. ആതിരയാണ് ക്രിസ്ത്യാനി പേര്, ഹിന്ദു പേരല്ലേ? അല്ലല്ല, ചേച്ചി ക്രിസ്ത്യാനി, ആതിര ഒഫീഷ്യൽ നെയിം. ആ ചേച്ചി നിനക്ക് കൈയൊക്കെ തന്നിട്ട് പോകുന്ന കണ്ട് വീഡിയോയിലുണ്ട്. ആ ചേച്ചി എന്നെ ഇവിടം വരെ നമ്മുടെ വണ്ടി ഈ കിടക്കാനല്ലേ ഒക്കെ ആക്കി. ഓവൺ. പിന്നെ എന്നുണ്ട് വിചാരിച്ച അമ്മയ്ക്ക് വയ്യാത്തോണ്ടാ വരാതിരുന്ന, ഇല്ല അമ്മയും വന്നേനെ. അവള് മാടി പോലെ അല്ലല്ല, അമ്മ ഛർദിക്കുവായിരുന്നു. ശ്രദ്ധിച്ചോ? ഇല്ല നിനക്ക് ഞാൻ നീ ശ്രദ്ധിച്ചോടി, നീ ശ്രദ്ധിച്ചോ? ഇല്ല, രാവിലെ അവിടുന്ന് കേറിയപ്പോ എയർപോർട്ട് അടുത്തപ്പോഴത്തേക്കും മറ്റേ ദോശയായിരുന്നു കഴിച്ചത്, ദോശയും തേനും കൂടെ. അത് വാള് വെച്ച് കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഫ്രീ ആയി, പിന്നെ വൈറ്റ് ഒന്നുമില്ല. പിന്നെ കൊറേ ഡാർക്ക് ആൻഡ് ഫാന്റസിയുടെ മേടിച്ചു തിന്നു. പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കണം, വിശക്കുന്നുണ്ടോ? വിശക്കുന്നൊന്നുമില്ല. ചായ കുടിക്കണോ? വെള്ളം എല്ലാം കുടിച്ചോ, ജ്യൂസ് എല്ലാം കുടിച്ചോ? ഞാൻ അതിൻ്റെ അകത്ത് ജ്യൂസ് ആപ്പിളും എല്ലാം കണ്ടിച്ചിട്ടുണ്ടാ കയറി, അതിൻ്റെ അകത്തിരുന്ന് തിന്നുകയാണ്. ആണോ? അപ്പൊ ഇനി എന്നെ വേണ്ടേ? ആ ജോസറിനാണ് കേട്ടാന്ന് അറിയില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ആ, നീ എവിടെ പോയാലും ഈ ദിനേശിന്റെ കൂടെ തന്നെ വരും. അതെ, ഞാൻ എവിടെ പോയാലും വടയക്ഷിയുടെ കൂടെ വരുമെന്ന് പറഞ്ഞാലല്ല. പപ്പ ഇന്ന് ഉപ്പാറക്കൊക്കെ പോയിട്ട് അതിലേലും പോയിട്ട് വന്നിട്ട് പപ്പ പറയുന്നൊരു വാക്കാണ്, വൈകിട്ട് കിടക്കണം പോയി ഇതിലേ പോയ അവസാനം വടയക്ഷിയുടെ കൂടെ അല്ലേ. അതുപോലെയാണ്. അയ്യോ പാവകൾ കേട്ടോ, പെട്ടിയൊക്കെ പറക്കി വെക്കുന്നുണ്ട്. അയ്യോ, അത് പാവക്കുട്ടി. അതെടുത്ത് വെച്ചോ, അകത്ത് നോക്കണോ ഇപ്പോ? അത് ഇവിടെ വെച്ചോ, ഇവിടെ വെച്ചോ. അത് വെക്കണം, അത് ബാഗ്. കൊച്ചിന് അമ്മ തലവണയൊക്കെ തന്നിട്ടുണ്ട്. ആണോ? കിടന്ന് ഉറങ്ങിപ്പോരാ. ഇത് ചേച്ചി തലവണ്ണ ഒന്നും ഇട്ടേക്കുന്നു. ചേച്ചി ഇനി അടുത്തോട്ടം വരുമ്പോ എന്നാ ചെയ്യും? ചേച്ചി പുതിയത് മേടിച്ചാന്ന് പറഞ്ഞു. ഇതെവിടെയാ വെക്കണ്ടേ? ദൈവമേ, എന്റെ മാലയൊക്കെ ഉണ്ടല്ലോ അല്ലേ? നോക്കട്ടെ. മോതിരം. അതൊക്കെ പിന്നെ ഞാൻ ഓരോന്നോരോ കണ്ടോളാം. ഇപ്പൊ പണയം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രൂപ കിട്ടുമോ? അല്ല, കഴിഞ്ഞ ദിവസം ആരാണ് ചോദിച്ചാൽ നിങ്ങൾ സ്വർണ്ണക്കടത്താണ് ഇതൊക്കെ ഇവിടെ ആണോ? ഇതൊക്കെ ഇവിടെ ചേച്ചി ഗിഫ്റ്റ് കൊടുത്ത കേട്ടോ. ഇതിനൊക്കെ ബില്ലും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് അല്ലേ ജോസേട്ടാ? കഴിഞ്ഞ ദിവസം സ്വർണ്ണക്കടത്താണോ? വാറ്റ് ഫ്രീ കിട്ടിയാനെ എയർപോർട്ടിൽ നിന്ന്. ഞങ്ങൾ പോയപ്പോ ഞങ്ങൾക്ക് വാറ്റ് ഫ്രീ ഒക്കെ കിട്ടി. ഞങ്ങൾ അതൊക്കെ അടിച്ചിട്ട് കുഴഞ്ഞു വന്നേ. പോവല്ലേ? കേറിക്കോ. ഇതോ ഇതിവിടെ വെച്ചാൽ മതി, എടുത്തോണ്ട് പോവോ? എടുത്തോളൂ, കേറ്. ഞാൻ എന്നും ഫ്രണ്ട് കയറാൻ പോകുന്നുണ്ട്. ടാറ്റ ബൈ. അതെ, ടാറ്റ ബൈ. ഒത്തിരി എനിക്ക് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പം രാവിലെ ഛർദിച്ചോണ്ട് എന്നെ രാവിലെ അവിടുന്ന് കേറിയില്ലേ, അതിരാവിലെ ഞങ്ങള് റൂമിൽ നിന്ന് ഇറങ്ങി. അതുകൊണ്ടാണ് വീഡിയോ എല്ലാം എടുത്തോ? വീഡിയോ ഒക്കെ എടുത്തു. അല്ല, തികട്ടി വരുമായിരുന്നു. അപ്പൊ സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു വിഷയം. വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാരും പറഞ്ഞു, അയ്യോ കൊച്ചു ഛർദിച്ചാലും കൊച്ചു വീഡിയോ ഒക്കെ എടുത്തല്ലോ, എല്ലാം വീഡിയോ ഒക്കെ എടുത്തല്ലോ, മെഡിക്കി കുട്ടിയാന്നൊക്കെ പറഞ്ഞു. ഭൂമിയിലെത്തിയെന്ന്. ഭൂമിയല്ല, കേരളത്തില്. എങ്ങോട്ട് അങ്ങോട്ട് പോയപ്പോ നൈറ്റാ പോയത്, ഇങ്ങോട്ട് വന്നപ്പോ പകല വന്നേ. രാത്രി വന്ന സുന്ദരവ. അതാണ് പറയുന്നത്, എതിരെ പോയാലും ഭൂമി വന്നേ നിൽക്കത്തുള്ളൂ. ശരിയാ, അടിപൊളി, രണ്ടും ഇഷ്ടപ്പെട്ടു. രാത്രി പോയി കഴിഞ്ഞാൽ വഴിയൊക്കെ കാണാം, വണ്ടി പോകുന്ന ലൈറ്റ് ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. പകല് വന്ന ക്ലൗഡ് ഒക്കെ നമ്മുടെ അടുത്തൂടെ പോകുന്ന പോലെ ഇങ്ങനെ വീഡിയോ എടുത്ത് അതിന്റെ ഒക്കെ തൊടാൻ പറ്റുന്നില്ല, മേഘമൊക്കെ. അതൊക്കെ പപ്പായ്ക്ക് ആകാംക്ഷയായിരുന്നു. അയ്യോ, ഞെക്കണ്ട, അതിനകത്തുണ്ട്. അച്ഛേ, 5 രൂപയുടെ കവറിലൊക്കെ ഞാൻ ഛർദിക്കുന്നത്. വേറെ കവർ കിട്ടാഞ്ഞോണ്ടാ. ഛർദിച്ചില്ല കേട്ടോ, കവർ മേടിച്ച് ചുമ്മാ പോയി. അങ്ങോട്ട് പോയോണ്ടേ, അങ്ങോട്ട് പോയപ്പോ ഛർദിച്ചോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും പ്ലെയിനെ കയറുമ്പോ ഛർദിക്കുമായിരിക്കും.
പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ഛർദിച്ചില്ല. ഓക്കെ ആയിരുന്നു. ഓക്കെ. പിന്നെ ചെവി അടയോ അതേ ഉള്ളൂ. പിന്നെ ഇത് ഉള്ളതുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങി. സൈഡ് സീറ്റ് ആയിരുന്നു കിട്ടിയേ? അല്ല, നടുക്കായിരുന്നു ഈ തവണ. സൈഡ് സീറ്റ് അല്ലായിരുന്നു. അങ്ങോട്ട് പോയപ്പോ സൈഡ് സീറ്റ് ആയിരുന്നു. നടുക്കായിരുന്നു. സൈഡ് സീറ്റ് ആയിരുന്നു. അല്ലേ? ആ, കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പഴത്തെ ഒരു ചേട്ടനായിരുന്നു. ചേട്ടൻ തൃശ്ശൂരുകാരൻ. ചേട്ടൻ എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് ചായ ഒക്കെ മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല, എൻ്റെ ആപ്പിളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ അതൊക്കെ കഴിച്ചു. ആപ്പിൾ കൊടുത്തോ? ആദ്യത്തെ ബുദ്ധിമുട്ടുള്ള കാര്യം അത്. ആപ്പിൾ ഞാൻ വേണോന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു വേണ്ട, നോ താങ്ക്സ്. അപ്പൊ ഞാൻ കൊടുത്തു. ഞാൻ ആരും മേടിക്കത്തില്ല, ഞാനായിട്ടൊന്നും കൊടുക്കത്തുമില്ലെന്ന്. അയ്യോ, അതൊന്നുമില്ല, പ്രതീക്ഷിക്കണ്ട. പിന്നെ ഭയങ്കര വലിയ കാഴ്ചയൊക്കെ കണ്ടേ. ഭയങ്കര ഒത്തിരി സാധനമൊക്കെ മേടിച്ചോണ്ട് വന്നിട്ട് ഓരോരുത്തരും അവിടെ വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നറിയോ, എല്ലാവർക്കും പെറുക്കി കൊടുത്തു. ഉറക്കം വരുന്നുണ്ടോ? ക്ഷീണമാണോ? ഞാൻ കണ്ട് ഒരു ഡോഗിനെ വെച്ചിട്ട് ഒരു ചേച്ചി ചേട്ടനോട് പോകുന്നുണ്ടോ? അയ്യോ, ക്യൂട്ടായിട്ടുണ്ട് അല്ലേ? ഗോൾഡൻ റിട്രൈവർ ആണോ? ആന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ചേച്ചി വിളിച്ചായിരുന്നു, ചേച്ചി ചോദിച്ചു പാസ്പോർട്ട് സീല് വെച്ചോ, പെട്ടി കൊണ്ടുവന്നെല്ലാം കിട്ടിയോ, പാവക്കുട്ടി എടുത്തോ. കുട്ടമോന് വീട്ടിൽ ഇരുന്ന് വലിയ വീരവാദം പറഞ്ഞായിരുന്നു, വരുന്നില്ലെന്ന്. പിന്നെ അവൻ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. കൊച്ചു ഓർത്താനോ അപ്പ വരുമെന്നാ? ഞാൻ മാത്രമല്ലേ രാവിലെ ഞാൻ മെസ്സേജ് അയച്ചപ്പോ പറഞ്ഞേ. ക്ഷീണമാണോ? അപ്പൊ നമുക്ക് എന്തോ കഴിക്കുന്നേ? ചായയും ചെറുകടി മതിയോ അതോ എന്തിനും കനത്തി വേണോ? ചായയും ചെറുകടിയും. ചായ വേണ്ട, ചായ കുടിക്കാൻ അങ്ങോട്ട് പോകുമ്പോ ഛർദിക്കും. ചായ വേണ്ട, ചായ ക്യാൻസൽ. നമുക്കെന്നാ കാപ്പിയായാലും. കട്ടൻ ചായയോ എന്തെങ്കിലും തിന്നാം. ഒന്ന് ചോറുണ്ടല്ലോ ഉച്ചക്ക്? ചോറുണ്ട്. തനിക്ക് ചായ വേണോ കാപ്പി വേണോ? പപ്പ മറ്റേ ഗൾഫിൽ പോയി ദുബായി പോയിട്ട് വന്നപ്പോഴേ ഞാൻ കുഞ്ഞിക്കോഴിയെ തിന്നെന്ന് പറഞ്ഞോണ്ട് എന്നെ ഇരുത്തത്തില്ലായിരുന്നു. ഞാൻ തിന്നാത്ത കോഴി വല്ല ഉണ്ടോന്ന് ചോദിക്കുക. ഞാൻ തിന്നാത്ത കോഴി വല്ലോന്ന് ചോദിക്ക. അഹങ്കാരത്തിലാ. റിയാസിക്കയും നിശ്ചയിച്ചും കൂടെ കൊണ്ടുപോയി കുഞ്ഞിക്കോഴി മേടിച്ചെന്ന്. അപ്പൊ അന്ന് വന്നപ്പോ പപ്പായ ഭയങ്കര വീട്ടിൽ പറഞ്ഞു ഞങ്ങൾ കുഞ്ഞിക്കോഴി കഴിച്ചു. പിന്നെ എന്നാ ഭയങ്കര പൊങ്ങച്ചായിരുന്നു. അറബിയെ പറയത്തുള്ളൂ. ഭയങ്കര പൊങ്ങച്ചക്കളിയായിരുന്നു. ഇപ്പൊ അതങ്ങ് മാറ്റി കൊടുത്തല്ലേ വെച്ചാ? എന്നോട് ചോദിക്ക്. ഒട്ടാത്തേ കയറാൻ പക്ഷെ കൊച്ചിന് മാത്രമേ ഭാഗ്യം കിട്ടുള്ളൂ. അപ്പായ്ക്ക് അമ്മയ്ക്ക് കിട്ടിയത് എനിക്കും കിട്ടി. എത്ര നാള് കൂടി ഓട്ടോ ഒക്കെ കാണുന്നെന്ന്. ഓട്ടോ, ബൈക്ക്, സ്കൂട്ടി, സൈക്കിളുണ്ട്. ബൈക്കുണ്ടല്ലോ. ബൈക്കുണ്ട് മറ്റേ മഞ്ഞ കളറുള്ള. അല്ലാതെ വെറൈറ്റി ടൈപ്പ് ഒന്നും ഇല്ല നമ്മുടെ ഇവിടുത്തെ പോലെ. ഓട്ടോയും ഇല്ലല്ലോ. ഓട്ടോ ഒരെണ്ണം പോലും ഇല്ല, ഒന്നുമില്ല. ഒരു ദിവസം ഞാൻ ചേച്ചിയുടെ അവിടെ ഫ്ലെയിം കാണാൻ പോവാണ്. ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞങ്ങളിങ്ങനെ സിഗ്നലിനകത്ത് കിടക്കുക. അപ്പൊ ഞാൻ നോക്കിയപ്പോ 5 വണ്ടി ഒരുപോലെ ഇങ്ങനെ കണ്ടെയ്നർ ഇങ്ങനെ വെച്ചോണ്ട് പോകുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ നമ്മുടെ വണ്ടി മാത്രം നിർത്തിയിട്ടെങ്കിൽ 5 ഒരുപോലെ ഓടിപ്പോകുന്നു. എന്തായാലും അങ്ങനത്തെ കാഴ്ചയൊക്കെ കാണാൻ പറ്റും. നല്ലായിരുന്നു. ഇവിടെ അതൊന്നും ഇല്ലല്ലോ. കൊച്ചു കണ്ടത് കൊച്ചിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി കേട്ടോ. ഒരുപാട് സംസാരിക്കണ്ടേ, ഛർദിക്കും ചിലപ്പോ. തളിര
അപ്പം നേരെ കേരള ഫുഡ് കോർട്ടിൽ വന്നു. ഇവിടുന്ന് കഴിച്ചിട്ട് പോകാന്നാണ് ജോസേട്ടനും കൊച്ചൊക്കെ പറയണേ. കൊച്ചിന് ചപ്പാത്തി കഴിക്കണമെന്ന്. ചപ്പാത്തി അവിടെ ഉണ്ട്. ചേച്ചി എനിക്ക് ചപ്പാത്തി തരൂലായിരുന്നു. അമ്മ വീട്ടിൽ എനിക്ക് ചപ്പാത്തി ഒരു മാസത്തിൽ 25 ദിവസവും 30 ദിവസത്തിൽ 25 ദിവസവും ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ചപ്പാത്തി തരുമല്ലായിരുന്നു. ചപ്പാത്തി തന്നെ കൊതിയായോ? ഹെൽത്തി ഫുഡ് ആയിരുന്നു. കുക്കുംബർ, ക്യാരറ്റ്. എന്നും വൈകിട്ട് ഗ്രില്ലഡ് ചിക്കൻ ഒക്കെ ആയിരുന്നു. ആ, ഇനി ഞങ്ങള് എന്നും വൈകിട്ട് ഓരോ പാവയ്ക്ക ഗ്രില്ലഡ് ആക്കും. അതൊക്കെ കഴിച്ചാ മതി. ഇറങ്ങ്. സന്ധ്യ വാങ്ങി കേട്ടോ. നോട്ട് ഇടണ്ട. ഇപ്പൊ ചേച്ചിയുടെ വാച്ചും ചേച്ചിയുടെ ഷർട്ടൊക്കെ ഉള്ളു. ഇനി എന്റെ പാൻറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയത്. മുടി കുഴപ്പില്ലോ. മുടി കുഴപ്പി. ഇവിടെ നല്ലോണം കാക്കയെ കാണുന്നത്. അപ്പൊ ആങ്ങളെയും ഞങ്ങളും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ചപ്പാത്തി ഓർഡർ ചെയ്യാം അല്ലേ? ഈ പ്രാവശ്യം ഒരു ഉത്സാഹമൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോയ പോലെയല്ല, ഓരോ സാധനങ്ങൾ ഓർഡറൊക്കെ ചെയ്യുന്നുണ്ട്. കഴിക്കുകയോ കഴിച്ചില്ലയോ എന്നുള്ളതല്ല, ഒരു എനർജി ഉണ്ട്. ചേച്ചി എന്തായാലും അവിടെ ഈ ഒരു മാസം കൊണ്ട് അത്യാവശ്യം ഫുഡും വെള്ളവും കാര്യങ്ങളും ഒക്കെ കൊടുത്ത ആളൊരു സെറ്റപ്പായിരുന്നു. ഒരു ശകല എളിമത്വം ഒക്കെ വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഒരു കുലീനതയും ശാലീനതയും. ശാലീനത ഇല്ലല്ലേ? ശാലീനത ഇല്ലല്ലേ? അതെ അതെ. തണുത്ത വെള്ളമാണോ ചൂടുവെള്ളം ചോദിക്കാതെ നമുക്ക്? തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ തണുത്ത വെള്ളം കുടിക്കുന്നില്ല, തൊണ്ടയ്ക്ക് തന്നെയാണ്. എനിക്ക് തണുത്ത വേണ്ട, ഞാൻ ചൂടുവെള്ളത്തിന്റെ ആളാണ്. അവിടെ ചൂടാനും കുഴപ്പമില്ല, തൊണ്ടയ്ക്ക് തന്നെ പിടിക്കാതായിരിക്കും. തണുത്ത വെള്ളം വേണോ? അവിടെ ചൂട് തുടങ്ങി ആണോ? ഇന്ന് രാവിലെ എപ്പോ ഇറങ്ങി അവിടുന്ന്? ഞാൻ 7 മണിയായപ്പോ എഴുന്നേറ്റു. അതായിരുന്നു ഞങ്ങളുടെ ടെൻഷൻ. ചേച്ചി എനിച്ചിവിടെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞു 12 മണിയാ കണക്ക്. 8:45 വീട്ടിൽ നിന്ന് ഇറങ്ങി. ഫ്ലാറ്റിൽ നിന്ന് 9:15 കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചെന്നിറങ്ങിയപ്പോ ഒറ്റ ഛർദി കൊണ്ടുപോയി ഒരു വലിയ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം കളഞ്ഞിട്ട് തിരിച്ച് ഓടി വന്ന് ട്രോളിയെ ബാഗൊക്കെ എടുത്ത് വെച്ചിട്ട് ചേച്ചി എന്നെ ബോർഡിംഗ് പാസ് കിട്ടുന്ന അവിടെ വരെ കൊണ്ടുവിടാലോ. അവിടെ വരെ കൊണ്ടുവിട്ടു. ബാക്കി ഞാൻ തന്നെ ഒരു ഫാമിലിയുടെ കൂടെ പോകും. ഫാമിലി എന്നിട്ട് ആ ഫാമിലി വന്ന് ഞാനൊക്കെ അവരോട് കമ്പനി അടിച്ച് പോരാന്ന്. അപ്പൊ അവരെന്നെ കമ്പനി അടിച്ച് പോരാൻ നിൽക്കുമായിരുന്നു. ആദ്യമായിട്ട് അല്ല, ഒരു അപ്പച്ചനും അമ്മയും 10 വർഷം മുന്നേ എങ്ങാണ്ടാണ്. അപ്പൊ അപ്പോഴത്തെ സിസ്റ്റം ഒന്നും അല്ലല്ലോ ഇപ്പൊ, എല്ലാം മാറിയില്ലേ. അവരെന്നെ കമ്പനി അടിച്ച് ഞാൻ അവരെ കമ്പനി അടിച്ച് ഞങ്ങൾ എങ്ങനെ ഫ്ലൈറ്റ് വരെ എത്തി. അങ്ങനെ ഇവിടെ വരെ എത്തി. അമ്മയെ വിളിക്കണ്ട പറ്റേ മാത്രം എനിക്ക് മാത്രമേ ഉള്ളൂ. അതങ്ങനെ ഇവിടെ ഈ ഹോട്ടലിലെ പ്രത്യേകത കാണാൻ സ്മാർട്ടുള്ള ആൾക്കാർ വന്നാൽ അവർക്ക് പൂവുള്ള പ്ലേറ്റ് ഉണ്ട്. അല്ലാതെ കാണാൻ പ്ലേറ്റ് ജോസിന് കിട്ടിയ എല്ലാ അംഗൻവാടി പിള്ളേരെ പോലെ പൂവ് കായ് അങ്ങനെയൊക്കെ നോക്കി വലിച്ചെടുക്കാൻ വേണ്ടി. ബട്ടർ ചിക്കൻ ഉണ്ട്. കൊച്ചിന് പൂവുള്ള പ്ലേറ്റ് ഉണ്ടെന്ന് ഞാനായിട്ട്
അയാൾ ചുമ്മാ പറയാട്ടോ. അവള് ചേട്ടനോട് അച്ചോ 2 ഗ്ലാസ് 3 ഗ്ലാസ്. നല്ല അയ്യോ പാവം ചേട്ടനെ. എനിക്ക് 31 വയസ്സുള്ള മോളുള്ളത്. അത് ഈ അവർക്ക് പൂവുള്ള പ്ലേറ്റ് വേണമെന്നോട് പറഞ്ഞു. പപ്പാടെ ഇത് കണ്ടിട്ടേ ആ ഇപ്പൊ പുള്ളി അത് എടുത്തോളൂ. അതാ അച്ഛന്മാർക്ക് അറിയാലോ, മക്കളുള്ളവർക്ക് അറിയാം, പെൺമക്കളുള്ളവർക്ക് അറിയാം. ഇഷ്ടാനുസരണം കോഴി കഴിച്ചോണം, വയറ് നിറച്ച് കഴിച്ചോണം. സൂപ്പർ കറിയാ. ആണോ? ഇടട്ടെ ഒരു കഷ്ണം? ആ ഒരു അല്ല എനിക്ക് ചാറെടുത്തോളാം. പോലീസ് മാളക്കുട്ടിയുടെ വണ്ടിക്ക് എസ്കോട്ട് കേട്ടോ. മാളക്കുട്ടി ദുബായിൽ നിന്ന് വന്നിട്ട് എസ്കോട്ട് പെരുമ്പാവൂർ. ഇവിടുന്ന് കടത്തി വിടും. അതെ ആ ഇടുക്കി കയറി കഴിയുമ്പോ അവിടുന്ന് വരും. അവിടുന്ന് വരും, അവിടുത്തെ പോലീസുകാർ വരും അല്ലേ? പുറകെ ഉണ്ടാവും നോക്കണേ. ഞാൻ പറഞ്ഞിട്ടില്ല, ഇനി വേണം ഞാൻ പറയാം. അത് വേറെ എന്തോ കാര്യത്തിന് പോന്ന കേട്ടോ. അയ്യോ അവിടെ കാര്യം അവള് ചാടി പഠിച്ചറിയ എന്റെ വണ്ടി കണ്ട് എസ്കോട്ട് പോന്നു. കള്ളിപ്പെണ്ണ്. വരൂ വരൂ വരതേ തരുമോ ഒരു നീ. ഇറങ്ങി ബാടോ. അയ്യോ കൊച്ചു മാത്രം ഛർദിച്ചു. അത് ഇങ്ങനെ എത്തി വാഗമണ് കയറി ഞാൻ. എന്റെ തലയെല്ലാം ചുരുക്കി എനിക്ക് ഛർദിക്കാൻ വന്നിരിക്കുക. അങ്ങോട്ടും എപ്പോഴും കുഴപ്പമില്ലെന്നോ ഇങ്ങോട്ടും നമ്മളും കുഴപ്പമില്ലെന്നോ. കൊച്ചുമായിട്ട് ഇറങ്ങി പോകുന്നു ഇല്ലേ? ഇറങ്ങിപ്പോയി പിടിച്ച് കയറ്റിക്കൊണ്ട് വാ. ആവശ്യം അത് ഗ്ലാസിന്റെ ലഗേജ് നമുക്ക് എടുക്കാവേ. മെല്ലെ കയറി വാ. ഇതൊക്കെ എടുത്ത് മാറ്റി വീഴാൻ തുടങ്ങണോ? വീണില്ല. ലഗേജ് എടുക്കാവേ. ബാ. ഏയ് ഇല്ലില്ല, ഈ സമയത്തൊന്നും വരില്ല. എന്റെ ഫോണിലെ ചാർജ് കുറഞ്ഞു. ചേച്ചി വരുമ്പോൾ ഇതും പൊക്കണ്ടാ വരുന്നത്. മടുത്ത് തുന്നം പാടി വന്നാടോ ഞങ്ങള്. ഒറ്റ ഛർദിച്ചോളൂ. കഴിച്ച് ചപ്പാത്തി എല്ലാം കളഞ്ഞു. കേറി ബാ. ഒരു ഗ്ലാസ് കഞ്ഞോളം താദ്യം. രാമ എപ്പം കയറി വന്നേ? കൊച്ചില്ലെന്ന് കൊണ്ട് പരാതി. ഇങ്ങ് വന്നേ. എന്നാ പിടിച്ച മുതലേ. എന്റെ കൊച്ചു പോയപ്പോ ഞാൻ ഇതുവരെ കിടക്കാനായിട്ട് വന്നിട്ടില്ല. നീ പോയപ്പോ വന്നാ? അതിപ്പോ എന്നോട് പറയായിരുന്നോ? കൊച്ചു പോയപ്പം ഇവിടെ കിടക്കാൻ വന്നാ. പിന്നെ ഇന്നാ വരുന്നേന്ന്. കൊച്ചില്ലാതെ എനിക്ക് അങ്ങോട്ട് കേറാൻ തോന്നുന്നില്ല. ഫോൺ അടിക്കുന്നു. ജോസേട്ടാ കയറി വാ, നമുക്കത് പെട്ടി എടുക്കാവേ. ഇത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ടേ. കൊച്ചു വന്നപ്പോ നോക്കി കുറച്ച് കണ്ടോടി. ആ ഫോൺ ഓഫ് ആക്കിയാമേ. കഞ്ഞോളം ഞാനാണോ വിളിച്ചേ? ഇവള് കൈ കൊണ്ടാന്നേ. വാ കേറി വാ. കേറി വാ. കേറ്. എല്ലാരും എടുത്തു. കൊച്ചു ചോദിക്ക ഇതെന്നെ കാട് പോലെ ആയാലോ മിറ്റം. ചെടിയെല്ലാം മാറ്റി വെക്കണം. എങ്ങണ്ട് പൂത്തില്ലേ? പൂവോ? പൂ ഇഷ്ടം പോലെ അതുണ്ടോ നിൽക്കുന്ന ചമ്മന്തി. മാറ്റിയിട്ട് അത് മാറ്റി വെക്കണം. അമ്മയോട് ചെല്ലമ്മേ. അമ്മേ ഫ്രണ്ടില് മറ്റേ മാങ്ങ ഉണ്ട്, പുറകെ കൈതച്ചക്ക ഉണ്ട്, ലഗേജ് ഉണ്ട്. പാവക്കുട്ടി എന്തി? ചെരുപ്പില്ലേ? രാമയുടെ കാല ചെരുപ്പുണ്ടോ? രാമ അന്ന് ഇവിടെ നിൽക്കുക. ഇവിടെ നിന്ന് മേടിച്ച ഓരോന്ന്. ഞാൻ ഇറങ്ങിപ്പോന്നില്ല, എനിക്കാണെങ്കിൽ ഛർദ്ദിക്കാൻ വന്നിട്ട് വല്ലാണ്ടിരിക്കുന്നു.
പാവക്കുട്ടിയുണ്ട്. അത് കരിച്ചക്ക മേടിച്ച ഞാൻ. പാവക്കുട്ടി എടുത്തു. അത് പാവ. രണ്ട് ബാഗല്ലോ ഉള്ളോ അല്ലാതെ ആ ഒറ്റയടിക്ക് എല്ലാം എടുത്തൊന്ന് പോരുവാ. കൂടുതൽ നടക്കാൻ പറ്റിയ രണ്ടെണ്ണോട് ഉണ്ടല്ലോ എടുത്താനെ. അതെ എന്നാ ബാഗ് ബാഗ് ഞാൻ പിടിക്കാം. നമ്മുടെ ഫ്രണ്ടിൽ മാങ്ങയുണ്ടമ്മേ, അതും കൊടുത്തുണ്ടോ? പപ്പ ഇരുന്നെടുത്ത്. ഇല്ല ബാഗ് ഞാൻ പിടിക്കാം. തുറന്നേ. കുട്ടായി ഒരു കൂടുകൊണ്ടാണല്ലോ കയറി വന്നേ. അതെന്നതാ അപ്പ കൊണ്ടുവന്ന് കൂടെ? മാങ്ങ എടുത്തോ? മാങ്ങ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. എന്നാ കേറി പോരെ. വേറെ ഒന്നും എടുക്കാനില്ലല്ലോ. വേറെ എന്തേലും ഉണ്ടെങ്കിൽ കേട്ടോ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എത്തിച്ചേക്കണേ. ആവശ്യമല്ലേ, അതുകൊണ്ടാ. എനിക്ക് നല്ല ക്ഷീണം, ഉറക്കവും വരുന്നുണ്ട്. അതിന് വിഷയമുള്ള കാര്യമല്ല. കൊച്ചിന് കിടക്കാൻ തലവണയൊക്കെ കൊടുത്താ വിട്ടെ, കിടന്നു വന്നിട്ട്. ആ ആണോ? ഉറങ്ങി. അതുകൊണ്ട് ക്ഷീണം. അത് ചാരിയായിരുന്നു ഉറക്കം. ആണോ? ഉം. ആദ്യം എടുത്ത് തലവണ അങ്ങോട്ട് വെച്ചു. കുഞ്ഞായി പോയോ ഞാന്? ആണോ? എന്നെ വിട്ടിട്ട് പണിയിപ്പിക്കുമല്ലോ, പിന്നെ എങ്ങനെ മര്യാദിരിക്കുന്നേ? അതെങ്ങനെ തലവണ കൊണ്ടുവന്നേ? അത് കൊച്ചിന് കിടക്കാൻ കൊണ്ടുപോകാം വണ്ടിയേല്. അത് നന്നായി. ഇനി ഒരു കംപ്ലൈന്റ് കൊണ്ടുവന്നു. തണുപ്പാ. ആണോ? കവറത് കളഞ്ഞേക്ക്. ഇരുന്നുറങ്ങുവാണോ? ഇയാള് നിന്നോ? കൊള്ളാം കൊള്ളാം. കണ്ണൊക്കെ ചുമന്നല്ലോ. കണ്ണ് ചുമന്നു. പക്ഷെ ഇന്നത്തെ എന്റെ വരവ് കണ്ടായിരുന്നോ? ഒരു ക്ഷീണമില്ലായിരുന്നു. ഛർദിച്ചുമില്ല. അങ്ങോട്ട് ക്ഷീണമില്ലായിരുന്നു, ഇങ്ങോട്ട് ക്ഷീണമില്ലായിരുന്നു. ആ 3-4 വട്ടം ഞാൻ കിടപ്പാവും വീണ്ടും. ആ അല്ല, ആ ഒരു മൈൻഡില്ലായിരുന്നു. പിന്നെ വണ്ടിയുടെ മണ്ട ഇരുന്ന് കഴിഞ്ഞാൽ വീഡിയോ എടുത്ത. ആ ഞങ്ങൾ ഭയങ്കര പരിപാടിയായിരുന്നു. ആ ഇപ്പം ജോസേട്ടൻ പറയായിരുന്നു ഇന്ന് എൻ്റെ വീഡിയോ എഡിറ്റിങ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ മാളിനെ കുട്ടിനെ കൊണ്ടുവിടാൻ പോയ വീഡിയോ ഇല്ലേ, ആ 2 വീഡിയോ ഇല്ലേ, അതിൻ്റെ അകത്ത് പാട്ടൊക്കെ കയറ്റിയതൊക്കെ അടിപൊളിയാ ഞങ്ങൾക്ക് പറയുമായിരുന്നു. ഇന്നും കമൻറ്റ് വന്നിട്ടുണ്ട്, സോങ് സെലക്ഷൻ അടിപൊളിയാണ്. നല്ല നല്ല എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് കേട്ടോ ഇടുന്നത്. ആ അത് അടിപൊളിയായിരുന്നു. ആ അപ്പം അടുത്താ ഗുളിക കഴിച്ചോ? ഗുളിക കഴിക്കും. പിന്നെ എൻ്റെ മോള് വരുമ്പോൾ കൊണ്ടുവരാൻ പോകാതിരിക്കാൻ പോകും. ഇത്രയും ദൂരെ ഇത്രയും മാസം കൂടി. അതുമേ പേനാന്ന് തോന്നുന്നു, ചൊറിയുന്നുണ്ട്. എങ്ങനെയുണ്ട് കൊച്ചുമോള്? നന്നായോ ക്ഷീണിച്ചോ? നന്നായി. ഇപ്പൊ യാത്ര ക്ഷീണോ? ഒന്നും ചെയ്യാതെ അവിടുന്ന് കളത്തിട്ട് തന്നെയല്ലായിരുന്നു. കറക്റ്റ് കിട്ടിയിട്ടുണ്ട് വീഡിയോയില്. ഒന്നും ചെയ്തേക്കല്ല. ഇവിടുത്തെ പോലെ അല്ലതല്ലേ? ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയത്തില്ലേ? ആ അവിടെ ചെന്ന് നേരത്തെ പറ്റിച്ച്. അവിടെ ഒരു റൂമിലല്ലേ, ഒരു റൂമില് എന്നെ ചെയ്യാൻ ആകെപ്പാടെ ആ റൂം. അതെ, ഇച്ചിരി ഇടേ ഉള്ളൂ. അത് നൂത്ത് വരെ അടിക്ക് പറക്കി വെക്കുക. റൂം എ സി ഒക്കെയാ, ഫുൾ എ സിയാ. പക്ഷെ അവിടുത്തെ എ സിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ തണുപ്പ് കാലത്ത് അവിടെ എ സി അവർ ഉപയോഗിക്കുക എല്ലാവരും. അപ്പൊ തണുപ്പ് കാലത്ത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. പപ്പ അവിടെ പോയിട്ടുണ്ടോ? എ സി വരുന്ന ഹോളിനകത്തോട്ട് തുണി തിരിക്കുക ചേച്ചി. തണുപ്പ് കൂടിയിട്ട്. അതുപോലെ തന്നെ മഴ വരുമ്പോൾ അവിടുത്തെ ബാൽക്കണി തുറന്നിട്ട് കഴിഞ്ഞാൽ റൂമിൻ്റെ അകത്ത് വെള്ളം കയറും. ഇവർ രണ്ടുപേരും അമ്മയും അപ്പയും കട്ടിലേ കിടക്കും, ചേച്ചി കട്ടിലേ കിടക്കും, ഞാൻ തറയെ കിടക്കും ഒരു ബെഡ് ഇട്ടിട്ട്. ഒരു ദിവസം രാത്രി മഴ പെയ്തു, ബാൽക്കണി തുറന്നിട്ടേ കിടന്നു. അന്നേരം രാവിലെ ഞാൻ എണ്ണീറ്റ് അമ്മയോട് പറയുവാണേ, അമ്മ ഇന്നലെ ഭയങ്കര ചൂടായിരുന്നു, പുറമൊക്കെ ആവശ്യം നോക്കുകൊണ്ടല്ലോ വെള്ളത്തിൽ കിടക്കാതെ. ബാൽക്കണിക്കകത്തോടെ അടിച്ചു കയറി.
വന്ന് കയറാൻ രീതിയിൽ എന്നിട്ട് ഓടി പോയി സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഓടി വന്ന് പയ്യെ പതാളത്തിൽ കയറി കട്ടിലായി. അവിടെ പറഞ്ഞാൽ നമ്മൾ കൃത്യസമയത്ത് എത്തി. നമ്മള് 5 മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞു? 5:30 ആയപ്പോ ലാൻഡ് ആയി. 5:30 ലാൻഡിങ് ആയിരുന്നു കാണിച്ചിരുന്നത്. ചെക്കിങ് എമിഗ്രേഷൻ ഒക്കെ ഇല്ലേ, അത് കഴിഞ്ഞ് പിന്നെ പെട്ടി കിട്ടി എടുത്ത് വണ്ടി ഒന്നൊക്കെ പിടിച്ച് ഇങ്ങ് വന്നപ്പോ അല്ല ഞാൻ പെട്ടെന്ന് പെട്ടി കിട്ടാനായിട്ട് താമസം. നമ്മള് വണ്ടി ബാത്റൂമിലൊക്കെ ഒന്ന് പോയി തിരിച്ചു വന്നു. അതെ, അതും കുഴപ്പമില്ലായിരുന്നു. കഴിച്ചിട്ട് കിടന്നു നമുക്ക് ആയിട്ട് പിടിച്ചു കിടക്കാം. ഇതേലും ചാർജ് ഇല്ല ഈ ഫോണിലും. പപ്പാടെ ഇല്ലേ? ഇല്ലില്ല അവതാരം ഞാൻ ഇന്ന് പവർ ബാങ്ക് കൊണ്ടുപോയില്ല, ഫോണിൻ്റെ ചാർജ് എന്തോരം നിൽക്കുന്ന നോക്കാൻ വേണ്ടി. ആ ഫോണ് ഇവിടെ വന്നപ്പോഴാണ് ഓഫായത്. വീട്ടിലെടുക്കുന്ന ഫോൺ, ഇത് പപ്പാടെ ഫോൺ, ഇതിലും ചാർജ് ഇല്ല. രാവിലെ ഉറക്കം വരുന്ന കേട്ടോ. 11 എനിക്ക് രാവിലെ നേരത്തെ ഉറങ്ങുന്ന. ലോക്കറ്റ് മേടിച്ചെന്നൊക്കെ വീഡിയോ പറയുന്നത് കേട്ടായിരുന്നു. എല്ലാം രാമേ കാണിക്കുക. ക്ഷീണമാണോ? മുറുക്കുവാണോ അച്ഛാ? നമ്മൾ കഴിച്ച ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ചപ്പാത്തിയും ചിക്കൻ കറിയും നല്ല ഫുഡായിരുന്നു. ഞങ്ങള് എന്നെ കേരള ഫുഡ് കോർട്ട്. കൊച്ചു കഴിച്ചോടി? ശ്രദ്ധിക്കാനൊന്നും വന്നുമില്ല. കാലാവസ്ഥയുടെ എങ്ങനെയാ? കൊച്ചുമോളെ കണ്ടപ്പോ സന്തോഷമായോ? ഇങ്ങോട്ട് വരണമെന്നേ ഇല്ലായിരുന്നു എനിക്ക് കൊച്ചുമോളില്ലാത്ത. ആ, ഞാൻ പിന്നെ ഇവിടെ പിള്ളേരില്ലെങ്കിൽ ഒരു അനക്കം ഇല്ലെന്ന്. പിള്ളേരുണ്ടെങ്കിലൊക്കെ പറഞ്ഞ് ഞങ്ങള് കിടക്കുന്നേ വന്നിട്ടല്ലേ കിടക്കാൻ വന്നേ ഇല്ല. രാവിലെ വന്നിട്ട് വൈകിട്ട് പോയി. കടിഞ്ഞൊക്കെ എടുത്ത് കുടിക്ക്. ഞാൻ വൈകിട്ട് തന്നെ ഇറങ്ങിപ്പോയി. കുടിച്ചോ കുടിച്ചോ. വയറ് നിറഞ്ഞിരിക്കോ? ചൂട് കഞ്ഞിയുണ്ട്, ചമ്മന്തി ഉണ്ട്, മീൻകറി ഉണ്ട്. അടുത്ത തവണ പോകുമ്പോ ഞാൻ കൊണ്ടുപോകാം കേട്ടോ. ഇട്ടേക്കാം. അല്ല ജോസേനെ ഞാൻ പറഞ്ഞില്ലേ എടുക്കാനത്, നോക്കിയോ? ആ 100 കൂട്ടം പരിപാടിയല്ലേ. അതെ, ഇന്നത് ജോസേന്റെ വരവ് കണ്ടപ്പോ എനിക്ക് സന്തോഷം തോന്നി. എന്നറിയോ, കൊച്ചിന്റെ ലഗേജ് തള്ളിക്കൊണ്ട് വരുന്നതാണ് ഇവിടെ. ഇന്നേ പാർക്കിങ്ങിലോട്ട് പോകുമ്പോളേ എന്നാ പറ്റി കൊച്ചിന്? എന്തോ ഉറുമ്പോ ഏതാണ്ടോ. അപ്പൊ എന്തോ ഉറുമ്പോ അടിച്ചു. എനിക്ക് കോള് വരുന്നുണ്ട്. ഹലോ ഹലോ, ഞാൻ വിളിക്കാവേ, ഞാൻ വന്നേ ഉള്ളൂ. അപ്പൊ ജോസിയേട്ടൻ പോവാണ്. രാവിലെ ഓട്ടോ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നാ ഇനി ഓട്ടോ ഇല്ലെന്ന് പറഞ്ഞേ? നാളെ ഞാൻ വിളിച്ചിട്ട് വരാം. മാങ്ങ പറിക്കുമ്പോ വരുമ്പോ ഞങ്ങൾ വിളിച്ചിട്ട് വരാം. അത് കുഴപ്പമില്ല, എന്നാ ഉള്ളപ്പം വരാം ഞങ്ങള്. അതെ അതെ, ഓക്കെ ശരി. ഓക്കെ ഓക്കെ ശരി. അപ്പൊ പെട്ടിയൊക്കെ സൂക്ഷിച്ച് എന്റെ റൂമിൽ കയറ്റി വെച്ചേക്കാം. പെട്ടി വെക്കാൻ പറ്റിയ റൂം എന്റെ റൂം അല്ലേ മേ? പെട്ടി ഞാൻ എടുക്കുന്നു. ഗോപാല് ക്ഷീണമായി. ഉടുപ്പൊക്കെ മാറിയിട്ടിട്ട് വേറെ ഉടുപ്പൊക്കെ എടുത്തിട്ട് ഇതൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോ ആവിച്ചു കാണും. മടുത്ത് വന്നതിന്റെ ക്ഷീണവും ഉണ്ട്. ഇനിയിപ്പോ ചൂട് കഞ്ഞിയൊക്കെ കുടിച്ച് മുഖം എല്ലാം കഴുകിയിട്ടൊക്കെ വാ. നേരെ കഴുകുന്നുണ്ടോ? മണി 12 രാത്രി കുളിക്കണ്ട. എന്നോട് മേല് കഴുകുന്നുണ്ടോന്നൊക്കെ ചോദിക്കുക. ആദ്യമേ ഡ്രസ്സും